വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, അനുജത്തിമാരുമാവുകയാണ്. ഈ സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയുന്നതെന്ന് അറിയില്ല. അതുപോലെ ഈ പുരസ്കാരത്തിന് ഇത് ഞാൻ വളരെയധികം വിലമതിക്കുന്ന ഒരു പുരസ്കാരമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ദിനം പ്രതി പത്രങ്ങളിൽ കാണാം പുരസ്കാരങ്ങളുടെ കഥ. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇത് യൂത്ത് ഇന്ത്യ കുവൈത്ത് എനിക്ക് നൽകുന്ന പുരസ്കാരമാണ്. പക്ഷെ അതിനപ്പുറം കുവൈത്തിലെ മലയാളികൾ നൽകുന്ന പുരസ്കാരമായിട്ടും ഞാൻ കാണാം. ഒരു എഴുത്തുകാരനെ സന്തോഷിപ്പിക്കുന്ന, എഴുത്തുകാരൻ്റെ സ്നേഹം കടന്നു കൊടുക്കുമ്പോഴും വായനക്കാരുടെ എഴുത്തുകാരൻ്റെ പുസ്തകം നന്നായി എന്ന് പറയുമ്പോഴും ഒക്കെയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ പലരും എന്നെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ നോവലിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച എൻ്റെ ആൾക്കാരും കൂടിയ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മനസ്സിൽ സ്പർശിച്ചു. അതിന് നന്ദി പറയുന്നു. ഇന്ത്യ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മതസൗഹാർദ്ദത്തിനും മാനവീയതയ്ക്കും ജീവകാരുണ്യത്തിനും വേണ്ടി അധ്വാനിക്കുന്ന, അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു സംഘടന. എനിക്ക് ഒരാഗ്രഹമുണ്ട്, അത് ഈ സംഘടനയിൽ അംഗമാകുക എന്നതാണ്. പക്ഷേ അതിന് സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ അറിഞ്ഞത് 35 വയസ്സിന് താഴെയായിരിക്കും പ്രായം. പക്ഷെ അതിന് ഇരട്ടി പ്രായമുണ്ട്. അപ്പൊ ഞാനതിനൊരു പരിഹാരം കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് സ്വീകാര്യമാണ്. എനിക്ക് 2 മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ 35 കൂടിയാൽ എൻ്റെ പ്രായമാണ്. അങ്ങനെ ഒരു ഡബിൾ മെമ്പർഷിപ്പിന് ഞാൻ അപേക്ഷിക്കുന്നു. അത് കഴിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന, മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംഘടന. അതിൽ മെമ്പറാകാൻ ആരാണ് ആഗ്രഹിച്ചു പോകാത്തത്? ഞാൻ മാത്രമാണല്ലോ, അല്ല, എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ഇതുപോലുള്ള സംഘടനകളാണ് ആവശ്യം. ഇപ്പോൾ മലയാളികൾ എല്ലായിടത്തും അവനവനിലേക്ക് ചുരുങ്ങുകയാണ്, സമൂഹത്തെ മാറ്റുകയാണ്. സാമൂഹ്യ ജീവി എന്നാണ് പണ്ട് മലയാളിയെ കുറിച്ച് പറയുന്നത്. ആ കാലം കഴിഞ്ഞുപോയി. മലയാളി അവനും ഇതുപോലുള്ള സംഘടനകൾ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പുരസ്കാരം ഈ പ്രവാസം എന്നുള്ള ഈ നോവലിനെ ലഭിച്ചു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ ഈ നോവൽ എഴുതാൻ പല കാരണങ്ങളുണ്ട്. കുറേ കാലമായിട്ട് ആഗ്രഹമാണ്. പിന്നെ ഞാൻ ആരാണ് മലയാളി എന്നുള്ളൊരു അന്വേഷണം, അല്ലെങ്കിൽ ആരാണ് മലയാളി പ്രവാസി എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ ഐഡിയ എനിക്ക് വരുന്നത്. അപ്പോൾ ആരാണ് പ്രവാസി എന്നുള്ളത് ഒരു ചോദ്യം. ഇപ്പോൾ പ്രവാസം എന്നുള്ള പ്രയോഗത്തിൻ്റെ തന്നെ തത്വമുണ്ട്. നമ്മളൊന്നും പ്രവാസികളല്ല. പ്രവാസികൾ എന്നത് രാഷ്ട്രീയമായിട്ട് മതപരമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ച് രാജ്യം വിടേണ്ടി വരുന്നവരാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ പിന്നെ പ്രശസ്ത നിരൂപകൻ വി രാധാകൃഷ്ണൻ പറഞ്ഞത് അതാണ്. രാഷ്ട്രീയമോ മതപരമോ ഒക്കെ പീഡനങ്ങൾ സഹിച്ചിട്ട് പിന്നെ അന്യരാജ്യങ്ങളിൽ പോകുന്നത് അവരാണ് യഥാർത്ഥ പ്രവാസികൾ എന്നുള്ളത് ആയിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള പീഡനങ്ങൾ നമുക്ക് മലയാളികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പ്രവാസികളാകുന്നു എന്നുള്ളത് അതിന് പല കാരണങ്ങളുമുണ്ട്. നമുക്കതൊരു തമാശയുടെ രൂപത്തിൽ കാണാം. അപ്പോൾ നമ്മളെല്ലാ പ്രവാസികളും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ മലയാളികൾ. എന്തിനാണ് തിരിച്ചു പോകുന്നത്? ഇങ്ങനെയൊരു ഈ ഒരു നോവലെഴുതുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമാണ്. അതിന് ചെറിയ ഉത്തരം കിട്ടി. അല്പം തമാശയായിട്ടും ഗൗരവമായിട്ടും നിങ്ങൾ കാണണം. ഞാൻ പിന്നെ ബഹ്റൈനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്, കോഴിക്കോട്ടേക്ക്. അപ്പം എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു യുവാവ്. അപ്പോൾ കോഴിക്കോട്ട് എത്താറായപ്പോഴും ഈ യുവാവ് ആവേശം പോലെയാണ് എന്നോട് പറഞ്ഞ മുന്നേറ്റ എന്താണ് ഇത് എത്താത്തത്, പ്ലെയിന് കോഴിക്കോട്ട് എത്താത്തത്. അപ്പം എങ്ങനെയെങ്കിലും അവർ നിർത്തണം, എന്നിട്ട് ഇവിടെ എനിക്ക് റോഡിലിറങ്ങി മൂത്രം ഒഴിക്കാൻ.
നമ്മൾ പ്രവാസികൾ തിരിച്ചു പോകുന്നത് അതിന് വേണ്ടിയാണ്. പിന്നെ റോഡിൽ ഇറങ്ങി മൂത്രമണിക്കുന്നത്, പക്ഷെ അതൊരു പ്രതീകമാണ് കേട്ടോ, സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പൊ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പണം ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പ്രവാസി നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. പിന്നെ എത്ര പേര് മടങ്ങിപ്പോകുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. പ്രവാസത്തിന്റെ ഉത്ഭവം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് ഒരു കപ്പലിലാണ്. അതായത് മലയാളിയിൽ പണ്ട് ഒരു കപ്പലുണ്ടായിരുന്നു, മലയാളി ഉള്ളിൽ ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലാണ് പ്രവാസത്തിന് തുടക്കം വെക്കുന്നത്. അതാണ് ഇപ്പോൾ എസ്കേപ്പറ്റക്കാർക്ക് ഇതിലൊക്കെ സഞ്ചാര സാഹിത്യമൊക്കെ വരുന്നത്. പിന്നെ ആ പ്രവാസത്തിൽ തുടങ്ങിയത് ഈ ഉള്ളിൽ കപ്പലുടെ കൊണ്ടാണ്. കപ്പലിൽ കയറി ബർമയിലേക്ക് പോവുക, റങ്കൂണിലേക്ക് പോവുക, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കുടമുട്ടം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ശ്രീലങ്കയിലേക്ക് പോവുക. അതൊക്കെ ഉള്ളിൽ ഒരു കപ്പലുള്ളതുണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നെ കപ്പലിന്റെ സ്ഥാനത്ത് ഒരു തീവണ്ടി വന്നു. അപ്പോഴാണ് മലയാളി തീവണ്ടിയിൽ കയറി ബോംബെയിലേക്കും ഡൽഹിയിലൊക്കെ പോയത്. അങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു തീവണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. എൻ്റെ ഉള്ളിൽ ഒരു കപ്പലുണ്ടായിരുന്നെങ്കിൽ ഞാൻ റങ്കൂണിലുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ സിംഗപ്പൂരിലുണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളത്? നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് കപ്പലല്ല, തീവണ്ടിയല്ല, ഉള്ളത് വിമാനമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഗൾഫിലെത്തുന്നത്, പിന്നെ അമേരിക്ക എത്തുന്നതൊക്കെ. അങ്ങനെ ഉള്ളിൽ കപ്പലും തീവണ്ടിയും വിമാനവും നമ്മൾ സൂക്ഷിച്ചു. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു. പിന്നെ നാളെ നമുക്കറിയില്ല, നാളെ നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ ഉപഗ്രഹമായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ വിമാനത്തിന്റെ സ്ഥാനത്ത് ഉപഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു ഗ്രഹങ്ങളിലേക്കും പോകും. അപ്പം ഇതിനെ മറ്റൊരു വിധത്തിൽ കൂടി നമ്മൾ കാണുന്നത് ഈ മലയാളികൾ അസ്വസ്ഥരാണ്. മറ്റ് പല പിന്നെ ഭാഷാ സംസ്ഥാനക്കാരും എളുപ്പത്തിൽ പിന്നെ സന്തോഷം കണ്ടെത്തുന്നവരാണ്. ഇപ്പൊ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് പഞ്ചാബികളൊക്കെ. ലോകത്തിന്റെ എല്ലാ മൂലയിലും അവരെ കാണാം. പക്ഷെ അവരവിടേക്ക് അവർ സന്തുഷ്ടരാണ്. ആ മണ്ണുമായിട്ട് അവർ പിന്നെ പെട്ടെന്ന് തന്നെ യോജിച്ചു പോയും അതിൽ ലയിച്ചു തീരുകയും അവരുടെ സംസ്കാരവും ഭാഷയും ഒക്കെ സമരസപ്പെട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട്. പക്ഷെ മലയാളികൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ എവിടേക്ക് പോയി കഴിഞ്ഞാലും എത്രയൊക്കെ പണം ഉണ്ടാക്കിയാലും ഉള്ളിൽ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രവാസമുള്ള നോവലിന്റെ രചനയിൽ ഉണ്ട്. അതിന് ഇപ്പം എൻ്റെ സുഹൃത്ത് നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ ജീവിതം തന്നെ ഒരു പ്രവാസമാണെന്നുള്ളത് ഇപ്പം ഈ നോവലിന്റെ അന്തർധാര അതിൻ്റെ ഉള്ളിൽ ഒഴുകുന്ന ഒരു സങ്കല്പം അതാണ്, ജീവിതം ഒരു പ്രവാസമാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ പിന്നെ കാര്യങ്ങൾ ഇതിൽ വ്യക്തമാക്കാൻ പിന്നെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ സമഗ്രമായിട്ടുള്ള ഒരു പ്രവാസ ജീവിതത്തെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു നോവൽ എഴുതാൻ സാധിക്കില്ല. കാരണം അത് വലിയൊരു വിഷയമായിരിക്കും. അതിന് ഒരുപാട് പേജുകൾ, 1000 പേജോ 2000 പേജോ 3000 പേജൊക്കെ എഴുതേണ്ടി വരും. മാത്രമല്ല അത് എഴുതുവാനുള്ള അറിവ് പിന്നെ എനിക്കില്ല. ഇത് ഈ നോവൽ എഴുതാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അമേരിക്ക എനിക്ക് അറിയാം, അവിടെ 6 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. ഗൾഫിൽ പലതവണ ഞാൻ വന്നിട്ടുണ്ട്, പാരീസിൽ പോയിട്ടുണ്ട്. പക്ഷെ ഈ നോവലിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ബർമയെ കുറിച്ചാണ്. ബർമയിൽ ഞാൻ പോയിട്ടില്ല, ബർമയെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് എഴുതാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ആ പഴയ കാലത്തെ 100 വർഷം 150 വർഷം മുമ്പുള്ള ബർമ റങ്കൂൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടി വന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഇന്റർനെറ്റിൽ പരിധിയുമൊക്കെ. ഡൽഹിയിലുള്ള ഞാൻ താമസിക്കുന്ന സമയത്ത് അമേരിക്കൻ ലൈബ്രറിയിലൊക്കെ പോയി പുസ്തകങ്ങളൊക്കെ പിന്നെ വായിച്ചു, മറിച്ച് നോക്കി, പല വീഡിയോ കണ്ടു. അങ്ങനെ ഒരുപാട് ശ്രമം വരുന്നില്ല. ആ ശ്രമം വിജയിച്ചു. കാരണം ആ കാലത്ത് റങ്കൂണിലെ ജീവിതം പിന്നെ എനിക്ക് അന്വേഷണം കൂടി കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ അവിടെയൊക്കെ ബസ്സിനെ പോയി. അവിടുത്തെ ബസ് റങ്കൂണിലെ ആ കാലത്തിലെ ആദ്യത്തെ പുലർച്ചെ പുറപ്പെടുന്ന ബസ്സുകളിൽ മുഴുവൻ ഭിക്ഷുക്കളായിരുന്നു. അതിന് ഭിക്ഷ യാചിച്ചുകൊണ്ട് റങ്കൂണിലേക്ക് അവരായിരുന്നു ആ ബസ് മേടിക്കുന്നത്. അതുപോലെ തന്നെ അക്കാലത്തെ ആളുകളെ ബസ്സിന്റെ പിറകിൽ കൂടിയായിരുന്നു പിന്നെ ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന പോലെ വശങ്ങളിൽ കൂടിയില്ല. ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ പോലും കണ്ടെത്താൻ സാധിച്ചു. അത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ, അധ്വാനമുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ പ്രവാസം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവാസം വരുന്ന അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 22ാമത്തെ വയസ്സിലാണ് ഞാൻ മയ്യഴി വിട്ട്
ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയ ആദ്യത്തെ ചില ദിവസങ്ങളിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അമ്മയെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം, അമ്മയെ കാണാത്തതുകൊണ്ടുള്ള വേദന. അപ്പോൾ വാസ്തവത്തിൽ അമ്മ എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. നമ്മൾക്ക് അനുഭവിക്കുന്ന ഈ നഷ്ടബോധം അത് അമ്മയെ കാണുന്നില്ല. അമ്മ എന്ന് പറയുന്നത് എല്ലാം തന്നെയാണ് നമ്മുടെ നാട്. പിന്നെ എനിക്കുള്ള പഴയ കാലത്തുള്ള അനുഭവം, പിന്നെ ഞാൻ ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്ന മയ്യടിയാണല്ലോ ജനിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാം. ഞാൻ ജനിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഫ്രഞ്ചുകാരായിരുന്നു. മാഹി ഫ്രാൻസിന്റെ കീഴിലായിരുന്നു. ഫ്രാൻസിന്റെ ഒരു ഭാഗമായി. അപ്പോൾ മാഹിയുടെയും പിന്നെ മാഹിക്ക് അപ്പുറത്തുള്ളത് കേരളമാണ്. പിന്നെ തലശ്ശേരിയിലൊക്കെ പോകുന്ന പിന്നെ ആ ഭാഗം അതെങ്കിൽ ഇങ്ങനെ ഈ ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. മയ്യടിപ്പുഴയുടെ മുകളിലുള്ള ഒരു പാലം പോകുന്നത്. ആ പാലത്തിന്റെ അപ്പുറത്ത് വേറൊരു സ്ഥലം, ഇപ്പുറത്ത് വേറൊരു രാജ്യമാണ്. ഈ ഭാഗത്ത് ഫ്രാൻസും മറുഭാഗത്ത് ഇന്ത്യയുമാണ്. അപ്പോൾ ഈ ഒരു പാലമാണ് ഇന്ത്യയെയും ഫ്രാൻസിനെയും യോജിപ്പിക്കുന്നത്. അന്ന് ദിവസം 2-3 പ്രാവശ്യം ഞാൻ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോവുകയും ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസിലേക്ക് വരികയും ചെയ്തു. പാസ്പോർട്ടില്ലാതെ, വിസയില്ലാതെ, ഒന്നും വേണ്ട. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലെത്തി. തിരിച്ച് ഈ പാലം ഇങ്ങോട്ട് കടന്നാൽ ഞാൻ ഫ്രാൻസിലെത്തി. അങ്ങനെ ഈ പാസ്പോർട്ടില്ലാതെ, വിസയില്ലാതെ ദിവസേന 2-3 പ്രാവശ്യം ഈ 2 രാജ്യങ്ങളിൽ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അന്ന് പ്രവാസം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാസം എന്താണെന്ന് അറിഞ്ഞിരുന്നത് ഡൽഹിയിൽ പോയപ്പോഴാണ്. അപ്പോൾ ഇപ്പോഴും മറ്റൊരു തർക്കമുണ്ട്. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഡൽഹിയിൽ പോകുന്നത് പ്രവാസമല്ല എന്നാണ് പറയുന്നത്. പ്രവാസം എന്ന് പറയുന്നത് രാജ്യം വിട്ട് പോകുമ്പോഴാണ്, കപ്പലിൽ കയറി പോകുമ്പോഴും വിമാനത്തിൽ കയറി പോകുമ്പോഴാണ് പ്രവാസം. പക്ഷേ ഞാൻ ഡൽഹിയിൽ പോയ കാലത്ത് ഡൽഹി വളരെ അകലെയായിരുന്നു, വളരെ അകലെയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയുള്ള ഈ ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ടെലിഫോണില്ല, കത്തുകൾ തന്നെ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് അയച്ചാൽ 5-6 ദിവസം, ഫോൺ തീരില്ല. പിന്നെ യാത്ര ചെയ്യാൻ 4 ദിവസം ട്രെയിനിൽ സഞ്ചരിക്കണം. അപ്പം മദ്രാസിൽ അവിടെ വണ്ടി മാറി കയറി ഇങ്ങനെ 4 ദിവസം കൊടുക്കും ഡൽഹിയിലെത്താൻ. അപ്പോൾ ഡൽഹി വളരെ അകലെയാണെന്നുള്ളൊരു തോന്നലാണ്, വളരെ അകലെ. പിന്നെ മലയാളികൾ വളരെ കുറവായിരുന്നു. എവിടെയും മലയാളം പറയുന്ന ആളുകൾ കാണില്ല. അപ്പം അന്നൊക്കെ എനിക്കുള്ള അനുഭവം ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ദിവസം ഞാൻ സഞ്ചരിക്കുമ്പോൾ തൊട്ടാൽ പറയുന്ന ആൾ മലയാളം പറയുന്നു. അപ്പോഴുള്ള സന്തോഷം, മലയാളം ശബ്ദം കേട്ടപ്പോൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളവിടെ 2 പേർ തമ്മിൽ മലയാളം സംസാരിക്കണം. ആ കാലത്ത് അതുകൊണ്ട് ഡൽഹി വളരെ ദൂരെയായിരുന്നു. ഇന്ന് നമ്മൾ ഇപ്പം കുവൈത്തിൽ പറയുന്നു, അതിനേക്കാൾ ആഗ്രഹം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരു പ്രവാസ ജീവിതം തന്നെയായിരുന്നു. പൂർണ്ണമായിട്ടും വേരുകൾ അറ്റുപോകുന്ന ഒരവസ്ഥ, ഭാഷയിൽ നിന്ന് അകന്നു പോവുക, പ്രകൃതിയിൽ നിന്ന് അകന്നു പോവുക, അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു പിന്നെ എനിക്ക് പ്രവാസങ്ങൾ. അതെനിക്ക് മനസ്സിലായി, എന്താണ് പ്രവാസം എന്നുള്ളത് ഡൽഹിയിൽ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്ന് ഡൽഹിയിൽ പോകുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകില്ല. കാരണം ഡൽഹി അകലെയല്ല, വളരെ അടുത്താണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഫോണിൽ കൂടെ നമുക്ക് സംസാരിക്കാം. എല്ലാം പിന്നെ കത്തെഴുതേണ്ട ആവശ്യമില്ല. യാത്ര ചെയ്യാനാണെങ്കിൽ ചെറിയ പൈസക്ക് എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകാം. 3-4 ടിക്കറ്റ് 3 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തി. അപ്പോൾ ഇന്ന് ഡൽഹിയിൽ ഇരിക്കുന്നത് പ്രവാസം അല്ല. പിന്നെ പക്ഷെ ഞാൻ നാടുവിട്ട കാലത്ത് ആയിരുന്നു, അതൊരു പ്രവാസ അനുഭവം തന്നെയാണ് ആയിരുന്നു. പിന്നീട് ഒരുപാട് കാലം മാറി. ഞാൻ പോയിരുന്ന 62-63 കാലത്തുള്ള മലയാളി ജീവിതമല്ല ഇന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് സ്വയം ഒരു ചോദ്യമുണ്ട്, ഏതാണ് മലയാളിയുടെ നാട് എന്ന്. അപ്പോൾ ഞാൻ നാട് വിട്ടു പോകുന്ന കാലത്ത് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഏതാണ് മലയാളിയുടെ നാടെന്ന് ചോദിച്ചാൽ എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും കേരളം എന്ന്. പക്ഷെ ഇന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയും. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളുണ്ട്. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യർ ഗൾഫ് രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, ആഫ്രിക്കയിൽ, ലോകത്തിലെല്ലായിടത്തും നിന്ന് മലയാളികൾ. അവിടെ മലയാളികൾ ജീവിക്കുന്നു, അവിടുത്തെ ജീവിത രീതി അവർ സ്വീകരിക്കുന്നു. അപ്പോൾ ഏതാണ് മലയാളികളുടെ ലോകം? കേരളം എന്നൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം, ഒരുപക്ഷെ 20% പുറത്തുണ്ട്. 15% കേരളത്തിന് പുറത്താണുള്ളത്. കേരളത്തെ മുറിച്ച് ഒരു ഭാഗം കൊണ്ടുപോയിരിക്കാം പ്രവാസികളായ മലയാളികൾ. അപ്പോൾ ഇനി നമുക്ക് ഒരു മലയാളിക്ക് നിങ്ങളുടെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണെന്ന് പറയാൻ സാധിക്കില്ല. അതല്ല പറഞ്ഞു. ഇന്ന് മലയാളിയോട് നിങ്ങളുടെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ രാജ്യം ലോകം എന്നാണ് പറയുന്നത്. ഇന്ന് മലയാളിയുടെ രാജ്യം ലോകമാണ്, കേരളമല്ല. ഈ ഒരു മാറിയ
സങ്കല്പമായ കാഴ്ചപ്പാടുകൾ നമ്മൾ അംഗീകരിച്ച് മതിയാവുക. മലയാളിക്കുന്ന സ്വന്തമായിട്ട് ഒരു രാജ്യമില്ല. കാരണം അവർ പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തും. വളരെയധികം ആഫ്രിക്കയിൽ പോലും അത് പല സ്ഥലങ്ങളിലും എവിടെയാണ് മലയാളി എന്നില്ലാത്തത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു പരിസരത്തിൽ നമ്മൾ നോസ്റ്റാൾജിയ എന്ന് പറയുന്നതൊക്കെ നമ്മൾ രണ്ടാമതൊന്ന് റീഡിഫൈൻ ചെയ്യുന്ന ഒരു സമയമാണ് നോസ്റ്റാൾജിയ എന്നുള്ളത്. ഇപ്പം പിന്നെ ആദ്യകാലത്തുള്ള മലയാളികൾ, ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ, ഞങ്ങളിപ്പോൾ ഞാൻ മയ്യിട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കൂടെ